ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ആദ്യം തന്നെ എല്ലാവർക്കും റമളാൻ മുബാറക്ക്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണിത്. വീഡിയോസും കണ്ടൻസൊക്കെ ഒരുപാട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പല പല തിരക്കുകൾ കാരണം എനിക്ക് ഇതിന് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും എന്നുള്ളൊരു സമയമോ സൗകര്യമൊന്നും കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എടുത്ത വീഡിയോസായിരുന്നു ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ ഈ പ്രാവശ്യം അടുത്ത ഹജ്ജ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഹജ്ജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാത്രമല്ല ആ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. എങ്ങനെയാണ് അവിടുത്തെ താമസം, അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് ഹറമിലേക്ക് പോകാൻ പറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തായിഫ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. തായിഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 75 to 90 കിലോമീറ്റേഴ്സ് ഫ്രം മക്കാണ്. അതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണ് കേട്ടോ. മക്കയിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് തായിഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 50 to 55 ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തായിഫിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതായത് നമുക്ക് പുറത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു ക്ലൈമറ്റിക് കണ്ടീഷനായിരുന്നു തായിഫിൽ. പിന്നെ ഇതുപോലെ താഴെ നിന്ന് തായിഫ് വരെ പോകുന്ന കേബിൾ കാർസ് ഉണ്ട് കേട്ടോ. ആ കേബിൾ കാർസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മലകളുടെ ഇടയിൽ കൂടെ ഈ മലകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുകളിലെത്താം. പിന്നെ തായിഫ് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചുരം പോലത്തെ ഒരു റോഡുണ്ട്. അതിലൂടെ ട്രാവൽ ചെയ്തിട്ട് വേണം മുകളിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഹൈ ടെമ്പറേച്ചർ കാരണം വണ്ടികൾ ഇതുപോലെ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ടോ ചെയ്യുന്ന ഈ വലിയ വലിയ വണ്ടിയില്ലേ, അത് ഇഷ്ടംപോലെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലൊരു സാധനം കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തലയിൽ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇറ്റ് സീംസ് അത് ഇവിടെ നേറ്റീവ്സ് ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനമാണോ പോലും തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റായി. അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡിൽ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്താണ്. സമയം ഇപ്പോൾ 1:45. ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ. ഭയങ്കര ചൂട് കാറ്റാണ്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് കാരണം നമ്മൾ വണ്ടിയും കുറച്ച് നേരം നിർത്തിയിട്ടു. പിന്നെ അത് റെഡി ആയതിന് ശേഷം ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. അപ്പോൾ നമ്മൾ ചുരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം തായിഫ് എത്തിയിട്ടുണ്ട്. തായിഫ് എത്തിയാലുള്ളൊരു ഡിഫറൻസ് ഇതാട്ടോ. ഫുൾ പച്ചപ്പും പിന്നെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് തായിഫ്. ഇവിടെ അതുപോലെ ഒരുപാട് ഫാംസും ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ ഫാംസും ഫ്രൂട്ട് ഫാംസൊക്കെ. കാരണം ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടെമ്പറേച്ചറാണ്. അങ്ങനെ നമ്മൾ തായിഫിൽ എത്തിയതിന് ശേഷം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ മക്കയിൽ നിന്ന് നമ്മൾ തായിഫിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻസാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ടെമ്പറേച്ചറിൽ ചൂട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. മക്കയിൽ ഈ മലകളുടെ ഇടയിലായതുകൊണ്ട് തന്നെ മക്കയിലൊരു പ്രത്യേക ചൂടാണ്. ഭയങ്കര ചൂടാണ് മക്കയിൽ. പിന്നെ തായിഫിൽ നമ്മളുടെ മൂത്താപ്പൻ്റെ മോനുണ്ട്. അവരുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ വന്ന ദിവസം നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. ഒന്നാമത് നമ്മുടെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒരാഴ്ച ഭയങ്കരമായിട്ട് വയ്യാണ്ടായിപ്പോയി. കാരണം ആ ഒരു എക്സ്ട്രീം ഹീറ്റിൽ നമ്മളിങ്ങനെ പുറത്ത് നടക്കുന്നതും പിന്നെ അവരിങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് തരും. അതായത് വെള്ളം മുഖത്തേക്കൊക്കെ സ്പ്രേ ചെയ്ത് തരും. അപ്പോൾ അത് ഒക്കെ കാരണം നമുക്ക് ഭയങ്കര കോൾഡും ഫീവറൊക്കെ വന്ന് ആകെ ടയേർഡായി പോയിരുന്നു ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം. പനി മാറിയെങ്കിലും ചുമയും ജലദോഷമൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. അങ്ങനെ തായിഫിൽ എത്തിയന്ന് ഞങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മളൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളുടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. അവിടെ എന്തെങ്കിലും വെറൈറ്റി ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ ഒരു ഒന്നൊന്നര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവണില്ല. പല ടൈപ്പായിട്ടുള്ള അറബിക് ഫുഡ്സ് ഉണ്ടായിരുന്നു.
ഒരു സൈഡിൽ ഇതുപോലെ പല ടൈപ്പ് ഓഫ് മീറ്റ് ഇങ്ങനെ സ്റ്റിക്കിലാക്കിയിട്ട് കബാബ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്രിഞ്ചോൾ വെച്ചിട്ടുള്ള അതുമുണ്ട്. അങ്ങനെ ഭയങ്കര വെറൈറ്റി കേട്ടോ. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എത്ര സ്റ്റിക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അതിനനുസരിച്ച് അവർ തരും. ആൻഡ് ഈ ഒരു കോർണറിൽ പല വെറൈറ്റി ഓഫ് കറികളാണുള്ളത്. ചിലതൊന്നും നമുക്ക് എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല. പിന്നെ അതുപോലെ ഈ ഗ്രേപ്സിൻ്റെ ഇലയില്ലേ, അതിൻ്റെ അകത്ത് മീറ്റൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ പല ഐറ്റംസ്. പിന്നെ ഈ റിഗാവ് പോലത്തെ മീറ്റ് ബോൾസ്, അങ്ങനെ പല പല സംഭവങ്ങൾ. ചിലതൊക്കെ എനിക്കറിയാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദേ ഇവിടെ ഒരു ഫ്ലാസ്കിൽ അവർ നല്ല ഗഹ്വ ആൻഡ് അതിൻ്റെ കൂടെ ഡേറ്റ്സും ഉണ്ട് കേട്ടോ. ഡേറ്റ്സ് അപ്പം തീർന്നു പോയതുകൊണ്ട് അവർ അതായത് പുതിയ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഗഹ്വക്ക് അങ്ങനെ പ്രത്യേകിച്ച് മധുരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഡേറ്റ്സിൻ്റെ ഒരു സ്വീറ്റ്നെസ് കാരണമാണ് നമുക്കത് കുടിക്കുക. പക്ഷേ അത് ഭയങ്കര നമുക്ക് ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണ്. മാത്രമല്ല എനിക്ക് നല്ല കോൾഡും പിന്നെ ചുമയും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സാധനം കുടിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സുഖം കേട്ടോ. അപ്പോൾ ഞാൻ എവിടുന്ന് കിട്ടിയാലും ഇതതുപോലെ ഹറമിൽ ഇങ്ങനെ അവർ ഇങ്ങനെ ഫ്ലാസ്കിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്നും ഇതുപോലെ ഞാൻ കിട്ടുമ്പോഴൊക്കെ വാങ്ങി കുടിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മൂത്താപ്പൻ്റെ മോന് എൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവർ രാവിലെ ആകുമ്പം ജോലിക്ക് പോവും. പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാ, ഇത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റീജുവനേറ്റ് ചെയ്യാനും ഒന്ന് ഒരു എനർജി തിരിച്ച് കിട്ടാനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത് നമ്മൾ ഇവിടെ ഒരാഴ്ച നിന്ന സമയത്താണ്. ഇനി തിരിച്ച് നമ്മൾ മക്കയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് മദീനയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈം ആവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു പള്ളിയിൽ പോയതാണ്. എനിക്ക് ലേഡീസിൻ്റെ സൈഡ് ഓപ്പൺ ആക്കി തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളീൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ശരിക്കും വണ്ടറടിച്ചു പോയി. ഇവിടെ പുറത്ത് തന്നെ നമുക്ക് കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെള്ളമുണ്ട്. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞൊരു വണ്ടർ വേൾഡാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് അകത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടേക്ക് ഇതുപോലെ ചേസിന് പകരം ഇരിക്കാനുള്ള സ്പേസാണ് ആദ്യത്തെ 2 സഫിൽ. പിന്നെ ഖുർആൻ ഇതുപോലെ കമ്പാർട്ട്മെൻറ്റ്സിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഓതാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ്. ഇതിനൊക്കെ വീലുണ്ട് കേട്ടോ. ഇങ്ങനെ നീക്കി കൊണ്ടുവരാ ചെയ്യാം. എവിടെയൊക്കെ കുടിക്കാനുള്ള വെള്ളം, ടിഷ്യൂ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ്. ഇവിടെ ലേഡീസിൻ്റെ സൈഡ് ലോക്കായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ലേഡീസ് ഇല്ല അധികം. അങ്ങനെ എനിക്ക് വേണ്ടി തുറന്നതാണ്. മാഷാ അല്ലാഹ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്. ഇതാണ് കേട്ടോ പള്ളീൻ്റെ എൻട്രൻസ്. ഇവിടെ കണ്ടാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രെയർ ഹാളും മുകളിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോൾ ഞങ്ങളുടെ മൂത്താപ്പൻ്റെ മോനുണ്ട് അവിടെ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഒരു സ്ഥലം വരെ പോവാണ്. ഓൾറെഡി തായിഫ് തന്നെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തായിഫിലെ ഏറ്റവും ഉയർന്നിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല.
പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നമ്മളും ഉള്ളത് ഒരു ഹൈറ്റിലാണ്. ഇവിടുത്തെ സീനറി അടിപൊളിയാണ്. പിന്നെ ഇവിടെ ദാ ഇതുപോലെ ഹോഴ്സ് ഉണ്ട്, പിന്നെ ക്യാമൽസ് ഉണ്ട്, പിന്നെ ഡോങ്കീസ് ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറിയിട്ട് അവരിങ്ങനെ നമ്മളിങ്ങനെ നടത്തും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും കയറാനോ നടക്കാനോ ഉള്ള എനർജി ഒന്നും ഇല്ല എനിക്ക്. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലേസസാണ് എൻജോയ് ചെയ്യാനുള്ളൂ അവർക്ക്. അവരിവിടെ വരുന്നു, പിന്നെ ഇവിടെ പിന്നെ ഇങ്ങനെ മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട്. കാരണം വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കുറേ ഫാമിലീസ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മളെ ക്യാമറയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതെത്ര ആയാലും ക്യാമറയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനും പറ്റില്ല. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. മാത്രമല്ല ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത് ശരിക്കും ഭയങ്കര ഒരു വണ്ടറാണ്. പിന്നെ മക്കയിലൊക്കെ എന്തോ ഒരു ചൂടാണെന്ന് പറയാം. നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനോ നടക്കാനോ ചൂട് കാറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കും. നേരെ മറിച്ച് ഇവിടെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ, ഇതിപ്പോൾ ഇവിടുത്തെ സമ്മറാണല്ലോ, നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ ഇവിടെ നല്ല അടിപൊളി ടെമ്പറേച്ചറാണ്, ക്ലൈമറ്റാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മളിവിടെ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ ബാക്കിലേ ഇവർ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് റൈഡ് ചെയ്യണോ, അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളെ മൂത്താപ്പൻ്റെ മോനാണ്, അവനെ കയറിയിട്ടുണ്ട്. അവനക്ക് കുറച്ച് ഹോഴ്സ് റൈഡിങ് ഒക്കെ അറിയാം. അപ്പോൾ അവൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് കയറിയതാണ്. ഇവരുടെ ഈ ഹോഴ്സിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമ്മൾ പോണത് ഒരു പാർക്കിലേക്കാണ്. ആക്ച്വലി ഈ ഒരു തായ്ഫ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി സിറ്റി ഓഫ് റോസസ്. ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി പോണതൊരു റോസ് ഗാർഡനിലേക്കാണ്. ഇതൊരു അടിപൊളി റോസ് ഗാർഡനാണ്. പക്ഷേ റോസസ് ഒന്നും ഇല്ല ഇപ്പം. ജസ്റ്റ് ഈ ഒരു ഈ ഗ്രാസസും പിന്നെ ഇവിടുത്തെ ഗാർഡനും പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ്സും. മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത് ഫാമിലീസാണ്. ഫാമിലീസ് ഇങ്ങനെ അവരെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ വന്ന് ഈവനിങ്ങും നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനും ബാർബക്യൂ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്, നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ പോകാനോ അങ്ങനെ ഇരിക്കാനോ പറ്റുന്നൊരു സ്ഥലമൊന്നുമില്ല. കാരണം ഒന്നാമത് ഇത്രയും നീറ്റല്ല. പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഫുൾ പട്ടികൾ, നമ്മളിതുപോലെ ഭക്ഷണമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ നമ്മുടെ ചുറ്റും പട്ടികളുണ്ടാവും, പിന്നെ കാക്ക ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല അത്. ഇത് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് കണ്ടതാട്ടോ. ഇത് ശരിക്കും വൈറ്റ് കളറാണോ അതോ ഇനി ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ട് ഇത് ഉണങ്ങി നിൽക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ബാക്കിയുള്ള ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ ഇതാണ് കേട്ടോ. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെക്കുന്നല്ലാണ്ട് പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ആക്ച്വലി ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്, ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏതൊരു കാര്യം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഗം. അതിപ്പോൾ നമ്മൾ വീടായാലും അങ്ങനെ തന്നെയാണ്. അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി മുതൽ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 ദിവസം വീഡിയോ ഇട്ട് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പോസിബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഭയങ്കരമായൊരു സബ്സ്ക്രൈബർ കൗണ്ടൊന്നും ഇല്ലെങ്കിലും എന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്,
എന്താണ് വീഡിയോസ് ഇപ്പം ഇല്ലാത്തത്, വീഡിയോസൊക്കെ കുറഞ്ഞു പോയല്ലോ, ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നില്ലല്ലോ എന്നൊക്കെ. സംഭവം ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടിങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസൊക്കെ വരാത്തത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയാലും മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അങ്ങനെ മഗ്‌രിബിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാനൊരു പള്ളി കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ കുറ്റവാളികൾക്കൊക്കെ, കുറ്റം ചെയ്തവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ഉണ്ടല്ലോ, ആദ്യം പബ്ലിക്കായിട്ടായിരുന്നു അവർ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല പോലും. അപ്പം അങ്ങനെ ചെയ്യുന്ന പള്ളിയാണിത്. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.